സ്ഥാനം രാജിവെച്ച് തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥിയാകും. അയോധ്യ കേസിൽ തർക്കപരിഹാരത്തിന് മധ്യസ്ഥ ചർച്ച നടത്താൻ സുപ്രീം കോടതി ഉത്തരവ്. ഇതിനായി സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജി ഇബ്രാഹിം ഖലീഫയുടെ നേതൃത്വത്തിൽ 3-അംഗ സംഘത്തെ നിയോഗിച്ചു. ശ്രീ രവിശങ്കർ, മുതിർന്ന അഭിഭാഷകൻ ശ്രീറാം പഞ്ചു എന്നിവരാണ് മറ്റംഗങ്ങൾ. ചർച്ചകൾ അതീവ രഹസ്യമായിട്ടായിരിക്കണമെന്നും 8 ആഴ്ച കൊണ്ട് പൂർത്തിയാക്കണമെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ച് ഉത്തരവിട്ടു. മധ്യസ്ഥ ചർച്ചകളെ എതിർത്ത ഹിന്ദു മഹാസഭയുടെയും രാംലല്ലയുടെയും നിലപാടുകൾ തള്ളിയാണ് പ്രശ്നപരിഹാരത്തിന് 3-അംഗ സംഘത്തെ സുപ്രീം കോടതി നിയോഗിച്ചത്. സുപ്രീം കോടതി മുൻ ജഡ്ജ് FM ഇബ്രാഹിം ഖലീഫുള്ള സംഘത്തെ നയിക്കും. ആർട്ട് ഓഫ് ലിവിംഗ് സ്ഥാപകൻ ശ്രീ രവിശങ്കറും മുതിർന്ന അഭിഭാഷകനായ ശ്രീറാം പഞ്ചുവും സംഘത്തിലുണ്ടാകും. സഹായത്തിനായി കൂടുതൽ പേരെ ഉൾപ്പെടുത്തണമെങ്കിൽ സംഘത്തിന് തീരുമാനമെടുക്കാം. നിയമപരമായ കാര്യങ്ങൾക്ക് അഭിഭാഷകരുടെ സഹായവും തേടാം. 8 ആഴ്ചക്കകം ചർച്ചകൾ പൂർത്തിയാക്കണം. 4 ആഴ്ച കഴിഞ്ഞ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കണം. ചർച്ചകളിലെ വിവരങ്ങൾ രഹസ്യമായി വെക്കണം. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഫൈസാബാദിൽ വെച്ചായിരിക്കും ചർച്ചകൾ നടക്കുക. ഇതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിനോട് കോടതി ഉത്തരവിട്ടു. സുപ്രീം കോടതി ഉത്തരവിനെ വിവിധ കക്ഷികൾ സ്വാഗതം ചെയ്തു. अगर लोग तैयार हैं तो हम बात करेंगे. अगर ये मामला निपट जा रहा तो बड़ा बेहतर है. चाहे किसी को रखे हैं तो उनका विवेक है, जो जज के विवेक है वो हम उस पर टिप्पणी नहीं कर सकते हैं. कोई आएगा उससे बात होगा. 1.5 നൂറ്റാണ്ടുകാലമായി രാജ്യത്ത് നീറിപ്പുകയുന്ന അയോധ്യ തർക്കത്തിന് ഇതാദ്യമായാണ് കോടതിയുടെ നിരീക്ഷണത്തിൽ മധ്യസ്ഥ ചർച്ച നടക്കുന്നത്. ചർച്ചകളിലൂടെ തർക്കം മനുഷ്യ മനസ്സുകളിലുണ്ടാക്കിയ മുറിവുണക്കാൻ കഴിയുമെന്നതാണ് സുപ്രീം കോടതിയുടെ പ്രതീക്ഷ. ഡൽഹിയിൽ നിന്നും സവാദ് മുഹമ്മദ്, 24.